മുന്തിരിക്കള്ളിന് കയ്പാണല്ലടി, കള്ളിന്റെ കയ്പ് നീയും കൂടെ നിറയും. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ ചതിക്കാൻ ആർക്കും പറ്റില്ല. എന്ന് ചതിച്ച് ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാണ്. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ. ആർക്കെന്തിൻ്റെ വില മനസ്സിലാവൂല, എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സായപ്പോഴാണ് അത്രേ ആദ്യത്തെ പല്ല് മുറിച്ചത്. അതിന് മുമ്പ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പഠിച്ച് കരയാർന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോൾ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചെന്ന് ബ്രഷായത്. കൊള്ളാമോ? ദേ ഇതെല്ലാവരും കണ്ടോ? എൻ്റെ 3ാമത്തെ വയസ്സിൽ പിറന്നാളിന് എൻ്റെ അമ്മ എനിക്ക് കൈ കൊണ്ട് തുന്നിത്തന്ന ഉടുപ്പായത്. ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ടുപറമ്പിൻ്റെ അതിൽ തേൻകിണിന്ന് പറഞ്ഞൊരു മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം പണിക്കരങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഉച്ചിലാണ് മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെ പാടി ഞാനൊരു മാങ്ങിയ കല്ലിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. വളരെ നന്നായിട്ട് ചെയ്തു. ഉർവശി ചേച്ചിയുടെ 2 ക്യാരക്ടറും ഒരുപോലെ ആ ഒരു കറക്റ്റ് എക്സ്പ്രഷൻ എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ചേട്ടനും ചേച്ചിമാർക്കും എന്താ തോന്നിയത് നമുക്ക് ചോദിക്കാം. വിവേകേട്ടാ, നന്നായിരുന്നു. ഫസ്റ്റ് ക്യാരക്ടറിൽ നിന്ന് സെക്കൻഡ് ക്യാരക്ടറിലോട്ടുള്ള ചേഞ്ചൊക്കെ കൊണ്ടുവന്നതൊക്കെ നന്നായിരുന്നു. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ടുണ്ട്. മൊത്തം ടോട്ടൽ സീൻ കുറച്ച് കുറഞ്ഞു. പിന്നെ
കുറച്ചുകൂടെ, അതായത് ഫസ്റ്റ് എൻട്രി വന്ന സമയത്ത് ആ ലാലേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നായിരുന്നല്ലോ, ആ സംഭവം ആദ്യമേ വന്ന് നിന്നിട്ട് ഇവിടുന്ന് നേരെ കളിച്ചങ്ങ് കയറിയാലും മതിയായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തതിന് കുറച്ചുകൂടെ ഒരു ലൈവായിരുന്നേനെ. ഡാൻസ് കുറച്ച് എന്തോ റെപ്പറ്റീഷൻസ് പോലെയൊക്കെ എനിക്ക് ചെറുതായിട്ട് തോന്നി. ഉർവശി ചേച്ചി ചെയ്ത പോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ ആ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് മാങ്ങ എറിയണ സംഭവം, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ബ്രഷ് കാണിച്ചത് അതൊക്കെ ഭയങ്കര നന്നായിരുന്നു. കാരണം ഞാൻ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മോളുടെ പെർഫോമൻസും ആ ഒരു ആക്ടിങ്ങും ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇതിലേക്കാളുമൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി മോക്കുണ്ട്. ഇതിലും ഒരുപാട് മുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല കമൻസാണ് വിവേകേട്ടൻ പറഞ്ഞത്. അമ്മു, എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തു. മോള് നന്നായിട്ട് പെർഫോം ചെയ്ത പാർട്ട് വാസ് വെരി നീറ്റ്, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു. ആ സ്വിച്ചിങ് പാട്ടുന്ന ആ സീനിലേക്കുള്ള ആ കണക്ഷൻ, അടി കിട്ടിയിട്ട് കിളി പോയ അവസ്ഥയിൽ ആ സീൻ ചെയ്ത് അതൊക്കെ കണക്ഷൻ വാസ് വെരി നൈസ്. ചെയ്ത പാട്ട് നന്നായിരുന്നു. പിന്നെ എനിക്ക് വിവേകേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാനുള്ളത്. അത് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് യു ആർ വെരി ടാലൻറ്റഡ്. ആദ്യത്തെ പെർഫോമൻസിലാണ് യു ഹാവ് പ്രൂവൻ ദാറ്റ് യു ആർ വെരി ടാലൻറ്റഡ് ഗേൾ. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മോള് വരുമ്പോൾ കുറേ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ടൈം ഇതിലും ഗംഭീരാക്കണം. ഓക്കെ, ഉറപ്പല്ലേ? ഉറപ്പാ. താങ്ക് യു. സൗഭാഗ്യ, ഡാർലിംഗ് ഇങ്ങോടി വാ. ഫസ്റ്റ് ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. ഓക്കെ, യു ആർ വെരി ഗുഡ് ലുക്കിംഗ്. ഓക്കെ, വെരി ഗുഡ്. ടാലൻ്റ് ഉണ്ട്, നല്ല ടാലൻ്റ് ഉണ്ട്, ഉഗ്രൻ ടാലൻ്റാണ്. നമുക്ക് ഇപ്പം മോളുടെ ഏജിൽ കുറച്ച് പേർക്ക് എങ്ങനെ കാണുള്ളൂ, ഇതൊരു റെയർ ടാലൻ്റാണ്. സോ ക്ലാപ്സ് ഫോർ ദാറ്റ്. ഡ്രസ്സ് നല്ല ഡ്രസ്സിങ് കൊണ്ട് മോൾ എല്ലാ പ്രാവശ്യം മോൾ ഒരുങ്ങി വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ക്യാരക്ടറിന് ആപ്റ്റായിട്ടാണ് ഒരുങ്ങി വരുന്നത്. സോ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. സി, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വരുമ്പം കുറച്ച് എവിടെയോ ഇങ്ങനെ ഡള്ളായി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്, ആ കൊറിയോഗ്രാഫിയുടെ ആ പാട്ടിലാണ് പ്രശ്നമാകുന്നത്. അതിൻ്റെ മോൾക്കൊന്നും ചെയ്യാനില്ല. യു ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. മോളെ ഏൽപ്പിച്ച കാര്യം യു ഹാവ് ഡൺ ഇറ്റ് പെർഫെക്റ്റ്ലി. ഇപ്പോൾ നമുക്കൊരു ബേർഡ് പറന്ന് നടക്കുന്നതാണോ ഭംഗി, അതോ കേജിലിട്ടേക്കുന്നതാണോ ഭംഗി? പറന്ന് നടക്കുന്നതല്ല അതിനിഷ്ടം. അപ്പം നമുക്ക് നമ്മളൊരു സെൽഫിഷ്നെസ് നമ്മൾ കേജിലിട്ട് വെക്കുന്നു. സി, നമുക്കിഷ്ടമായിരിക്കും അങ്ങനെ കാണുന്നത്. അതേപോലെ കംഫർട്ട് സോണിനായിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഓരോന്ന് സെറ്റ് ചെയ്ത് മോളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുന്നത്. സി, ആക്ച്വലി ഒരു ബേർഡ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ പറന്ന് നടക്കുന്നതിൻ്റെ ഫീല് വേറെയാണ്. അപ്പോൾ അങ്ങനെ പറന്ന് നടക്കേണ്ട ആളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. സോ ഐ ഹാവ് ടു ടെൽ യുവർ മദർ, അതിൻ്റെ മോൾക്ക് നല്ലൊരു കൊറിയോഗ്രാഫറിനെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുത്ത് മോളുടെ ആ ടാലൻറ്റ് പുറത്ത് വരുന്ന രീതിയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ മോൾക്കൊരു ടാസ്ക്കായിട്ട് ഞാൻ തരാം. നെക്സ്റ്റ് എപ്പിസോഡിൽ വരുമ്പോൾ മോളുടെ നല്ലൊരു ഡാൻസ് വേണം, ഒരു ഗ്രൂപ്പ് വേണം, നല്ലൊരു തീം, അതിൻ്റെ കൂടെ ഡയലോഗ്സ് ഒക്കെ വരുന്ന പോലെ പെർഫോം ചെയ്യണം. ഓക്കെ, പ്രോമിസ്? പ്രോമിസ്. ഓക്കെ, വെൽ ഡൺ. എന്തായാലും 3 പേരുടെ സൈഡിൽ നിന്ന് നല്ല കമൻസ് ആണ് കേട്ടത്. കുറച്ച് കോൺഫിഡൻസ് തരാണ് അവർ. അടുത്ത പെർഫോമൻസിൽ ഇതിൽ നിന്നും കൂടുതൽ നല്ല പെർഫോമൻസ് ആയിട്ട് വരണം. ഈ കമൻസ് എല്ലാം പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഇവരുടെ അടുത്ത് പ്രൂവ് ചെയ്ത് കാണിക്കണം ആൻഡ് ടാലന്റ് എന്താണെന്ന്. ടാലന്റ് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. നമുക്ക് എല്ലാ റൗണ്ട്സ്, ഇനിയുള്ള റൗണ്ട്സ്, ഇതിന്റെ ഫിനാലെ വരെ നമുക്ക് ആനിനെ കാണണം എന്ന് ജെന്യുവൻ ആയിട്ട് നമുക്ക് 3 പേർക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഒത്തിരി ടാലന്റഡ് ആയിട്ടൊരു കുട്ടിയാണ്. സോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഫിനാലെ വരെയും ആൻഡ് വരണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ ഇതിനൊക്കെ കാട്ടിലും ഓഡിയൻസ് വിൽ ബി ജഡ്ജിങ് അല്ലേ. അപ്പോൾ അവർ കുറച്ച് പിള്ളേർ ഗ്രൂപ്പൊക്കെ വെച്ച് ചെയ്യുന്ന കാണുന്നു, ചിലർ സോളോ മാത്രമൊക്കെ ആകുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഈ ഓഡിയൻസ് അവരെ ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ജെന്യുവൻ ആയിട്ട് ആഗ്രഹിക്കുന്നു. യു ഷുഡ് ഗോ ഫോർ ദ ഫിനാലെ മോളെ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ആ ഒരു സ്പിരിറ്റിൽ എടുത്തോളൂ കേട്ടോ. ഓക്കെ, യു ആർ വെരി ടാലന്റഡ്. മോളെ ഏൽപ്പിച്ച കാര്യം യു ഹാവ് ഡൺ ഇറ്റ് പെർഫെക്റ്റ്ലി കേട്ടോ. കുഞ്ഞു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അണ്ടർ പെർഫോമൻസ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്.